ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫയർഫ്ലൈ. ഇന്ന് നമുക്ക് കോളിഫ്ലവറിനെ ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാം. അതായത് കോളിഫ്ലവർ 65 ഉണ്ടാക്കി നോക്കാം. അതിനുവേണ്ടി നമ്മളൊരു കോളിഫ്ലവർ എടുക്കാം. എന്നിട്ട് അതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിടണം. എത്ര തിന്നാക്കി മുറിക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ട് മുറിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കോളിഫ്ലവറിൽ പുഴു ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം മുറിച്ചെടുക്കാൻ. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. അതിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അതിലെന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഞാൻ ആദ്യം സാധാരണ പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് കേട്ടോ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു സ്റ്റെയിനറിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോക്കിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് കുരുമുളകും പെരിഞ്ചീരകവും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്നതാണ് നല്ലത്. എൻ്റേത് അത്രയ്ക്ക് അങ്ങോട്ട് അരഞ്ഞിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയോ യൂസ് ചെയ്യാവുന്നതാണ്. ഈ മിക്സിനെ നമുക്കിനി ഒരു ബൗളിലേക്ക് ഇടാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ടൊമാറ്റോ സോസ്. ഇവിടെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല, അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് 1 കപ്പ് കോൺഫ്ലവർ ചേർക്കണം, അല്ലെങ്കിൽ 1/2 കപ്പ് കോൺഫ്ലവറും 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള മിക്സാണ് ഇതിന് വേണ്ടത്. ഞാൻ നേരത്തെ ഒരു സീക്രട്ട് ചേരുവ ചേർക്കാൻ പറഞ്ഞിട്ടില്ലേ, അത് തേങ്ങാപ്പാലാണ് കേട്ടോ. അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് വെള്ളത്തിന് പകരം മുഴുവനായിട്ട് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. ഞാൻ കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട്, ബാക്കിയാണ് തേങ്ങാപ്പാൽ ചേർത്തത്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഇതിൻ്റെ മിക്സ് കിട്ടേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കിനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച കോളിഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഈ മസാലയൊക്കെ ഇതിലേക്കൊന്ന് നന്നായിട്ട് പിടിക്കും. 1/2 മണിക്കൂറിന് ശേഷം ഞാനിവിടെ ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഇത് ആദ്യം തന്നെ തീ കൂട്ടി വെക്കരുത്. ഓയിൽ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം കോളിഫ്ലവർ ഇട്ട് കൊടുക്കാൻ. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ആക്കി വെച്ചിട്ട് വറുത്തെടുക്കണം. ഈ കോളിഫ്ലവർ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആദ്യമേ കറിവേപ്പില ഇടേണ്ട, ഈ ഒരു ടൈമിൽ ഇട്ടാൽ മതി. അപ്പോഴാണ് കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവർ ഇതിലേക്ക് വരിക. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ക്രിസ്പി ആൻഡ് ടേസ്റ്റി കോളിഫ്ലവർ 65 റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.